ഇപ്പൻ്റെ ആ ഒരു ടൈപ്പ് സാധാരണ സാധനം ചെയ്യാനാ താല്പര്യം. നമ്മളെ ജാഫർ, ഇടുക്കി ജാഫറിനായിട്ട് ഞാൻ സിനിമയിലൊക്കെ വരുന്ന മുന്നേ ബന്ധമുണ്ട്. ഞാൻ മുമ്പ് ഒരു സീരിയലൊക്കെ എടുത്തിട്ട് പൊട്ടി തകർന്നൊക്കെ പോയതാ സൂര്യ TV ആലേട്ടൻ തന്നെ ഉള്ളൂ ശരിക്കും ജീവിച്ചിരിക്കണതിൽ നിന്ന് അങ്ങനെ ഒരു ബോൺ ആക്ടർ തന്നെ കറക്റ്റായിട്ട് ചെയ്യണേ. കൃത്യമാര് ചെയ്യണം. വേറെ ബാക്കിയുള്ളവരൊക്കെ പോയി, ആരും പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല. പല ആൾക്കാർ പല സ്വഭാവം, പല ക്യാരക്ടർ. ഒന്ന് ഇവിടെ പറഞ്ഞല്ല അവിടെ പറയാം, നമ്മൾ പറഞ്ഞതല്ല പുറത്ത് പറയാം. അതൊക്കെ വലിയ പ്രശ്നമാണ് സിനിമൻ്റെ. നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് അരക്കിണറാണ്. അവിടെ നമ്മുടെ മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ട്, മഹാനടൻ, അതുല്യ പ്രതിഭയായിട്ടുള്ള മാമുക്കോയ സാറിൻ്റെ വീട്ടിലാണുള്ളത്. നമുക്ക് ഇന്ന് ഈ പുതിയ വീഡിയോയിലുള്ളത് മാമുക്കോയ സാറിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹവും പുതിയ സിനിമയിലേക്കൊക്കെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമസ്കാരം നിസാർക്ക്. വന്ന് കയറുന്നത് തന്നെ മാമുക്കോയ സാറിൻ്റെ ഒരുപാട് ഓർമ്മകളുള്ളൊരു മുറിയിലേക്കാണ് അല്ലേ. അപ്പം എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു ചിത്രമാണ്, കുരുതിയിലെ. അപ്പം നമ്മൾ നർമ്മത്തിൽ ചാലിച്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മാമുക്കോയ സാർ എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഈ ഒരു ഫേസ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഒരു പക്ഷേ പെരുമഴക്കാലത്തിലും അല്ലെങ്കിൽ കുരുതിയിലും ഉള്ളൂ സീരിയസ് ഫേസ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഉപ്പയുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓർമ്മ ഞാൻ ഒരുപാട് പറഞ്ഞതാ, പല ഓർമ്മകൾ. ഇത് ഒരു പയ്യന് മരിക്കണ കുറെ മുമ്പേ ആ കുരുതി ഇറങ്ങിയപ്പോൾ ഒരു പയ്യൻ വരച്ചുകൊണ്ടേ കൊടുത്താ. പിന്നെ ഓർമ്മയൊക്കെ സാധാരണമാര് ഇപ്പൻ്റെ എങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചാൽ പറയാന്നല്ലാതെ മൊത്തം ഓർമ്മകൾ പ്രത്യേകിച്ച് വേറെ അത്ഭുതമുള്ള ഓർമ്മയൊന്നുമില്ല. എന്നാലും ഏതായിരിക്കും ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മാമുക്കോയ എന്ന് ഓർക്കുന്ന സമയത്ത് നമുക്ക് ചിരിയുടെ മാലപ്പടക്കം എന്നേ ഉള്ളൂ അതിനൊരു ക്യാപ്ഷൻ അടിക്കുറിപ്പ് കൊടുക്കാനുണ്ടാവുക. പക്ഷേ റെയർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം നിസാർക്കയുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതായിരിക്കും? എനിക്കിപ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ട കുരുതി തന്നെ. അത് നല്ലൊരു സാധനമായിരുന്നു. മൊത്തത്തിൽ ആ പടം ഓവറോൾ ഒരു നല്ല സിനിമയായിരുന്നു. ഒരു വേസ്റ്റും ലാഗൊന്നും ഇല്ലാതെ നല്ലൊരു സാധനം. മൊത്തത്തിൽ ആ സിനിമ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പൻ്റെ പല സിനിമകളും ഒരുപാട് സിനിമകളും ഒന്നും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ. രാംജറാവ് ആയാലും മറ്റേലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ. പ്രത്യേകിച്ചൊരു സിനിമ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ. ഇപ്പം മാമുക്കോയ സാറിൻ്റെ ക്യാരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ലോകവും വലിയ മനുഷ്യരും ആ സിനിമയൊന്നും ഒരു കാലത്തും നമുക്ക് മറക്കാൻ പറ്റില്ല. അതിലെ മേൽശാന്തി എന്ന് പറയുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും, അതുപോലെ തന്നെ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ആ മാണ്ട എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പോൾ ട്രോളായിട്ടുണ്ട്. പക്ഷെ ഇതാ കണ്ടില്ലേ, നമ്മൾ എന്നെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നേരത്തെ മറ്റേ കോവിഡ് സമയത്തൊക്കെ നന്നായിട്ട് അതെ ഇപ്പൻ്റെ തന്നെ അങ്ങനെ ഒരുപാട് സാധനമുള്ളൂ. ഒരുപാട് ആയിരക്കണക്കിന് തഗ് പീസ് ഉള്ളത് ഇപ്പൻ്റെ തന്നെയാണല്ലോ. ട്രോളായിട്ട് ഇപ്പൻ്റെ കയ്യിലുള്ള സാധനം തന്നെയാണ്. അങ്ങനെ ഓർക്കുമ്പം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ പറയുന്ന സമയത്ത് മലയാളികൾക്ക് തന്നെ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ അത് വലിയൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അപ്പം നിസാർക്ക ഉപ്പയുടെ കരിയർ കണ്ടിട്ടുള്ളതാണ്, അഭിനയം കണ്ടിട്ടുള്ളതാണ്. അപ്പം സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയായിരുന്നു മാമുക്കോയ സാർ ശരിക്കും വീട്ടിലും? അല്ലല്ല, ഇപ്പോൾ ഒരു സാധാരണ എല്ലാവരും പാപ്പന്മാരെ പോലെ തന്നെ ആവശ്യമില്ലാത്ത തമാശ പറയാം. ഞാൻ സത്യത്തിൽ ഇപ്പൻ്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇല്ല, ഞാൻ എടുത്തില്ല. മുമ്പ് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഞാനും അനിയനും ഇവിടെ കണ്ടെല്ലാവരും. അപ്പോൾ കൊലായിൽ ഇരുന്നിട്ട് ഒരു വരാന്തയിൽ ഇരുന്നിട്ട് തോളിൽ കൈയിടാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അനിയനും ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഉണ്ടാതിരുന്നു. അപ്പോൾ ഇപ്പം തോളിൽ കേട്ട് പറഞ്ഞു ഒരു ഇതൊന്നും ഇടൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ പോലെ ഒന്നുമല്ല, എന്നാലും വണ്ടിയിൽ ഇങ്ങനെ വയനാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്താ കഥകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ കാണുന്നത് ഇപ്പം ശരിക്കും ഒരു ജോലിൻ്റെ ഭാഗം ഇപ്പം ഏൽപ്പിച്ച പണി ചെയ്യാന്നുള്ളത് മാത്രമാണ്. വേറൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നുമില്ല. അപ്പം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള തീർത്തും വേറെ തന്നെ ഒരാളാണ്. കൂടുതൽ സംസാരിക്കില്ല,
ഇഷ്ടപ്പെട്ട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമുള്ളവരോടെ സംസാരിക്കുകയുള്ളൂ. ഒരു സെൽഫി എടുക്കണം ഇപ്പോൾ ഇഷ്ടമല്ല. അനാവശ്യമായിട്ടും സംസാരിച്ച് നിൽക്കെ ഈ ഭക്ഷണം വാരി ഇട്ട് കൊടുക്കണം ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവരിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് ഒരു സൽക്കാരം ആള് ഭക്ഷണം തന്നപ്പോൾ ഈ ഭക്ഷണം ആവശ്യത്തിന് ഭക്ഷണം ഇട്ട് അപ്പം വേറൊരാളിങ്ങനെ നമുക്ക് ഇങ്ങനെ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി അയാൾ ഫുഡ് പിന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഫോട്ടോയിൽ നിൽക്കാനും അല്ലെങ്കിൽ വീഡിയോയിൽ കൊള്ളാനോ മാമുക്കോയ്ക്ക് ഇട്ട് കൊടുത്തു എന്ന് പറയാനൊക്കെ ഉള്ളൊരു എന്തിലാണ് അതൊരു വിവരക്കേടാണ് ശരിക്കും. അതിനൊന്നും അതൊരാഗ്രഹം എന്നൊന്നും പറയാനില്ല. ഒരു മണ്ടത്തൊരു അഹങ്കാരമാണ്. അങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഉപ്പൻ്റെ പെട്ട പോഷം വെച്ചിട്ട് കഴിച്ചിട്ട് എണീറ്റിപ്പ. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. പറഞ്ഞു ഇയ്യനെ തിന്നോ, ഞാൻ ഇട്ടതല്ലല്ലോ, എൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ ഇട്ടിക്കണ്, ഉപ്പൊക്കെ കഴിക്കാനുള്ള ആവശ്യത്തിന് ഉപ്പ ഇട്ടിക്കണ്. പിന്നെ ഓൻ അതിൻ്റെ മുകളിൽ സ്റ്റൈലാക്കിയിട്ട് പറഞ്ഞു ഇയ്യനെ തിന്നോ, ഹറാമ അല്ല ഇയ്യനെ തിന്നോ, അത് എൻ്റെ ആവശ്യത്തിനകത്ത് തിന്നിക്കണെന്നാണ്. അപ്പോൾ ദേഷ്യം പിടിച്ച്. അപ്പോൾ അങ്ങനെ സമയത്ത് കൃത്യമായിട്ട് ആരോടും മറുപടിയും പറയും, പറയാനുള്ളത് പറയും ചെയ്യും. അതാണ്. അപ്പം അങ്ങനെ കോമഡി ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറല്ല. അല്ല. ഓക്കെ. ഇപ്പം ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ വലുതായിട്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു? കുറേ സിനിമ. ഞാൻ ആദ്യമായിട്ട് ഒരു ലൊക്കേഷനിൽ പണിയ ദൂരെ കൂടുകൂട്ടാന്ന് പറഞ്ഞ സിനിമക്കാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റും ലാലേട്ടൻ തന്നെ. അന്ന് അങ്ങനെ പോയിട്ട് പിന്നെ കുറച്ചും കൂടെ ആയിട്ട് ഇതായപ്പോൾ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ പിന്നെ കൊണ്ടുപോയാക്കാൻ വണ്ടിയിൽ എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ പോലുള്ളൂ. അല്ലാതെ ലൊക്കേഷനിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ അതിൽ കൂടിയത് അത് വേറെ തന്നെ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഇപ്പം കൂടെ പോയ പോലെയല്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്നുള്ളത്. അതൊരു ലോകം തന്നെ വേറെ. പല ആൾക്കാർ പല സ്വഭാവം പല ക്യാരക്ടർ. ഒന്ന് ഇവിടെ പറഞ്ഞല്ല അവിടെ പറയാം, നമ്മൾ പറഞ്ഞതല്ല പുറത്ത് പറയാം. അതൊക്കെ വലിയ പ്രശ്നമാണ് സിനിമേൻ്റെ. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. ഇപ്പം മാമുക്കോയ സാറ് മരിച്ച സമയത്ത് ഈ പറയുന്ന കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ തോതിലാണെങ്കിലും. മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും ഒന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ അവർ വിളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. ലാലേട്ടൻ വന്ന്, സുരേഷ് ഗോപി വന്ന്, പിന്നെ ദിലീപ് വന്ന്, ജയറാം വന്ന്. നമുക്ക് എന്തോ തിരക്കും കാര്യമൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ ബൈക്കൊന്നും പോകുന്നതുകൊണ്ട് എത്തിയിട്ടില്ല. അതൊന്നും പിന്നെ ഒരു കാര്യമുള്ള കേസല്ല. മരിച്ചാൽ ഒരു വരുന്നവും വരാത്തവരൊന്നും കാര്യമൊന്നുമില്ല. മരിച്ച ആൾ കാണില്ലല്ലോ, വരുന്നവും പോകണം, പിന്നെ അതിൽ കാര്യമൊന്നുമില്ല. ഇനി പോലും മരിച്ചാൽ ഇപ്പൊക്കെ പോകാൻ കഴിയില്ല, കൊടുത്താൽ തിരിച്ച് കിട്ടണ്ടേ. അപ്പോൾ കയ്യിനത് മരിച്ചു കൊടുത്ത് പോകാത്തന്നല്ലേ, പോയിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഒരാൾ മരിച്ചു കൊടുത്ത് പോയാൽ ഞാൻ മരിച്ച അയാൾ വന്ന് കാണില്ലല്ലോ. അതങ്ങനെയായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പ്രാർത്ഥന, നമ്മൾ മതവിശ്വാസികൾ പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഉപ്പയുടെ പാത പിന്തുടർന്ന് മകനും വെള്ളിത്തിരയിലേക്ക് എത്തിയിരിക്കുകയാണ്, പുതിയ സിനിമയ്ക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും എങ്ങനെയായിരുന്നു മലയാള സിനിമയിലേക്കുള്ള എൻട്രി എന്നുള്ളത്? അതെന്തോ ഇവിടെ ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ട്, സിദ്ദിഖ് സാറ്, LLB എന്ന് പറഞ്ഞ സിനിമ. ഞാനെന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ ഒന്ന് കാണണോ, ഒന്ന് വരണോ, സംസാരിക്കാൻ. അങ്ങനെ ഞാൻ പോയി സംസാരിച്ചതാണ്. അപ്പോൾ ഒരു സിനിമ, ഒരു വേഷം ചെയ്യണം. വേഷമൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യല്ലേ. നമ്മളൊരു സിനിമ ഓരോ പണി മുടങ്ങും നമ്മളെ കൊണ്ട് ടൈം പോയാൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്ന് പറയാം, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ചെറിയൊരു സാധനം. അതാണ് ശരിക്കും ക്യാമറ വെച്ചത് സിദ്ദിഖ് സാറാണ് മൊത്ത്. പിന്നെ നമ്മളെ ഇടുക്കി ജാഫറിനായിട്ട് ഞാൻ സിനിമയിലൊക്കെ വരുന്ന മുന്നേ ബന്ധമുണ്ട്. ഞാൻ മുമ്പ് ഒരു സീരിയലൊക്കെ എടുത്തിട്ട് പൊട്ടി തകർന്നൊക്കെ പോയതാ. സൂര്യ TV ചിരികമ്മ എന്നൊരു സാധനം വെച്ചിട്ട് അന്ന് ജാഫർക്ക് അതിനാ ചെയ്യൽ ഇവിടെ വന്നിട്ട്. ആ ബന്ധം പിന്നെ ഇപ്പനായിട്ട് ജാഫർക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഞാൻ ഇപ്പോഴുള്ളപ്പോൾ ആ സിനിമ ചെയ്തത്. പിന്നെ ഇപ്പം മരിച്ചിട്ടാണെന്നൊന്ന് റിലീസായത് അറിയില്ല. പിന്നെ ജാഫർക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരുമ്പെട്ടവന് പോണത്. അത് ഒരുമ്പെട്ടവന് പിന്നെ നോമ്പിൻ്റെ സമയമൊക്കെ ആയി. അതിൽ കുറേ നോമ്പിൻ്റെ ലാസ്റ്റിലാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത്. നോമ്പിൻ്റെ മുന്നേ ഉള്ള മാസത്തിൻ്റെ ലാസ്റ്റ്. അപ്പോൾ അത് കാരണം കുറച്ച് സീനൊക്കെ ആയിട്ട് അത് അടിച്ച ആ പടം അത് വന്നുപോയി. ഇനിയിപ്പോൾ 2-3 പടങ്ങൾ ഇത് പൂജ കഴിഞ്ഞ് കിടക്കുന്നതുണ്ട്. 15-നും 13-നൊക്കെ തുടങ്ങാനുള്ള. ഇവിടെ ഒരു കൽപ്പറ്റ ഒരു വിനോദുണ്ട്, നമ്മുടെ സുഹൃത്ത് പ്രൊഡ്യൂസർ. അയാളൊരു സിനിമ ഉണ്ട്, അന്നമ്മയും പിള്ളേരും പറഞ്ഞിട്ട്, പൊന്നമ്മ ബാബൊക്കെ ആയിട്ടൊരു പടം. അത് 13-ന് മുക്കത്ത് തുടങ്ങും. പിന്നെ പൊട്ടിച്ചൂട്ട് എന്നിട്ടൊരു പടമുണ്ട് മുരളി മോഹനേട്ടന്. പിന്നെ ഹരിനാരായണേട്ടൻ്റെ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനമില്ലേ, ക്ലീ മാറ്റി വയ്ക്കും, നസ്രിയ തിരിഞ്ഞു നോക്കുന്ന പടത്തിൻ്റെ പേര്.
അതൊക്കെ 15-നും 13-നൊക്കെ ആയിട്ട് തുടങ്ങാറുണ്ട്. ഇതിലൊക്കെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ്, അതായത് ലീഡ് റോളിലേക്ക് എപ്പോൾ എത്തും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിലൊക്കെ ഒരു മെയിൻ റോൾ ആയിട്ടുണ്ട്. മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേന്ദ്രകഥാപാത്രം അല്ലാതെ കുറച്ച് കൂടുതൽ സീനുള്ള സാധനം. പിന്നെ കുറെ ഉപ്പൻ്റെ ആ ഒരു ടൈപ്പ് സാധാരണ സാധനം ചെയ്യാനാ താല്പര്യം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഉപ്പയുടെ അതേപോലെയുള്ള സംസാര ശൈലിയാണെന്നോ അല്ലെങ്കിൽ ഉപ്പയുടെ മാനറിസംസ് അഭിനയിക്കുന്ന സമയത്ത് വരുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ്? അത് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പറയും. അതൊക്കെ ഇപ്പോൾ ഒരു തമിഴ് പടം വിളിച്ചിന്, ആ ശങ്കറിൻ്റെ അസോസിയേറ്റ് വില്ലനായിട്ട് ചെയ്യാൻ തന്നിട്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പോയിട്ട് കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴൊക്കെ പറയും ഉപ്പൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഞാൻ അഭിനയിച്ചൊന്നും ഉപ്പൻ്റെ മാതിരി ഇപ്പം ഒന്നും അഭിനയിക്കാനൊന്നും പറയാൻ കഴിയില്ല. ഏത് സാധനമായാലും ഇപ്പം അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചൊറിഞ്ഞിട്ടൊക്കെ ഇപ്പം ഇങ്ങനെ സംസാരിച്ചും കൊണ്ട് വെക്കും. എന്തെങ്കിലും കയ്യും കാലൊക്കെ വർക്ക് ചെയ്യും. ഇപ്പൻ്റെ ഒരു ഷോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ സാധനം, പറഞ്ഞ ഇരിക്കേണ്ട സ്ഥലം, നമ്മളെ ശരീരം നോക്കണം, മുഖം നോക്കണം, സംസാരം, ഡയലോഗ് പഠിച്ചൊക്കെ ഇതെല്ലാം കൂടി ആകുമ്പോൾ. പക്ഷെ ഓരോടൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇപ്പ നെടുമുടി വീണു, ഇന്നച്ചന്, ഇവരെ ജഗതി, പപ്പുവേട്ടിന്, അങ്ങനെ ഒരു ടീമുണ്ടല്ലോ. ഓരൊക്കെ അങ്ങനെ പോണ ഓരോന്നും അങ്ങനെ പോകാൻ കഴിയില്ല. അത് വേറെ തന്നെ ഒരു ആർക്കും കഴിയില്ല. അങ്ങനെ ആരില്ല. ഒരു ബോൺ ആക്ടർ എന്നൊക്കെ പറയാന്നല്ലാതെ മോഹൻലാലിനൊക്കെ പിന്നെ നമുക്ക് പറയാം. ലാലേട്ടൻ തന്നെ ഉള്ളൂ ശരിക്ക് ജീവിച്ചിരിക്കണതിൽ നിന്ന് അങ്ങനെ ഒരു ബോൺ ആക്ടർ തന്നെ കറക്റ്റായിട്ട് ചെയ്യണേ, കൃത്യമായിട്ട് ചെയ്യണം. വേറെ ബാക്കിയുള്ളവരൊക്കെ പോയി, ആരും പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല, ആരുമില്ല അങ്ങനെ ഒറിജിനലായിട്ട് ചെയ്യാൻ പറ്റണേ. സിനിമ എന്ന് തോന്നാത്ത ആർട്ടിസ്റ്റുകൾ ആരുമില്ല. അങ്ങനെയൊന്നും ആവാനും കഴിയില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസ് ചെയ്ത ഒരുമ്പട്ടവൻ പടം, ഇന്ദ്രൻ ചേട്ടൻ, ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ നീണ്ട താരനിര തന്നെ ഉള്ളൊരു പടമാണ്. അപ്പം അതിൻ്റെ ഓർമ്മകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നിസാർക്കയുടെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ പടം എന്ന് പറയുന്നത് ഫസ്റ്റ്. അപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ലൊക്കേഷനൊക്കെ, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ഇവരോടൊപ്പമുള്ള അഭിനയം? ലൊക്കേഷൻ കോട്ടയത്തായിരുന്നു. ഒരു ഹരിനാരായണൻ പണ്ട് നോട്ടി പ്രൊഫസറൊക്കെ ചെയ്ത മൂപ്പരാണ് ഡയറക്റ്റ് ചെയ്ത പടം. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ സുജീഷ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുകാരനായിരുന്നു. പിന്നെ ജാഫർ ക, ഇന്ദ്രൻ ചേട്ടന്, മറ്റേ ജോണി ആൻ്റണി ചേട്ടന്, അങ്ങനെ ഒരു മറ്റേ നമ്മളെ സുധീഷ്, ഡയാന ഹമീദ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ടീം. എനിക്ക് സത്യത്തിൽ സിനിമയിൽ അങ്ങനെ ഒരു ടീം അതൊരു ബന്ധമൊന്നുമില്ല. ജാഫറായിട്ടുള്ളൊരു സൗഹൃദത്തിൽ വിളിച്ചിട്ട് പോയത്. അപ്പോൾ നോമ്പൊക്കെ ഇവിടെ എല്ലാവരും പിടിക്കും. നമ്മളൊക്കെ 30 നോമ്പ് പിടിക്കും. അപ്പോൾ നോമ്പിൻ്റെ ഒരു 5 ദിവസം മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങി. പിന്നെ അവിടെ ചെന്ന് ജാഫറിനെ കണ്ട് സംസാരിച്ചിരുന്ന് പിന്നെ ഒരു യൂണിഫോം കൊടുന്ന്. അപ്പോൾ പറഞ്ഞ് പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ യൂണിഫോമോട് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്, കാണാനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ജോണി ആൻ്റണി ചേട്ടൻ പറയൊരു മീശ വെക്ക് എന്ന് പറഞ്ഞ്. മീശയ്ക്ക് അങ്ങനെ മുളയ്ക്കില്ല, കുറേച്ചോ മുളയ്ക്കില്ല, അതങ്ങനെ ഷേവ് ചെയ്തെടുക്കണം, ഭംഗിക്കില്ല. അപ്പോൾ അന്ന് അത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പോൾ ജാഫർ പറഞ്ഞു വേണ്ട വെക്കണ്ട, മീശ അല്ലാതെ അഭിനയിച്ചാൽ മതി എന്നാണ്. അങ്ങനെ അതിൽ 2-3 സീന് ഒരു 5 ദിവസത്തെ 4 ദിവസം വർക്കിനുള്ളൂ. പക്ഷെ ഞാൻ പിന്നെ ആ നോമ്പും കൂടി ഒരു 5-10 ദിവസം അവിടെ നോമ്പൊക്കെ പിടിച്ച് ഓരോ കൂടെ തന്നെ നടന്ന് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുപോയി ഒരു ജാഫർ നോമ്പ് പിടിക്കും, ജാഫർക്കൊക്കെ നോമ്പ് പിടിക്കും. അങ്ങനെയൊക്കെ എല്ലാവരും ഭയങ്കര സഹായമായിരുന്നു. പിന്നെ അവിടെ ഒരു സാധാരണ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ടോ പുതിയതൊരായിട്ടോ വന്നാൽ ഒരാളങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാ സിനിമ അങ്ങനെ തന്നെ. പക്ഷേ ഈ മാമുക്കോൻ്റെ മോനെന്നുള്ള അതിൻ്റെ ഒരു അത് കിട്ടിക്കുന്നു എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിരിക്കുന്നു. ഞാൻ എല്ലാവരും അങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിലും കസാര കൊണ്ട് ഇട്ടുതരാൻ ആളുടെ ഭക്ഷണം. ഞാൻ പുറത്ത് പോയി ഇവരൊക്കെ പ്രൊഡക്ഷൻ്റെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കണം, പുറത്തുനിന്ന് ആർട്ടിസ്റ്റൊക്കെ അകത്തുനിന്ന് ഉണ്ടാവാം, 2 ബഫേറ്റാണ് ഉണ്ടാവുക. ഞാൻ പുറത്ത് ഓരോ കൂടെ കഴിക്കുമ്പോൾ എന്നോട് വന്നിട്ട് പറയും അവിടെയാണ് ഭക്ഷണം എന്നറിയും. അങ്ങനെയൊക്കെ ഉപ്പൻ്റെ മോനെന്നുള്ള ഇത് സൗകര്യം അംഗീകാരം ഇതൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു എനിക്ക്. അതെവിടെ പോയാലും കിട്ടുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒന്നും കാര്യമായിട്ട് നല്ല സിനിമയാണ് ആ സിനിമ. കുറച്ച് കളിച്ചും ചെയ്ത് കഴിഞ്ഞ OTT-യിലൊക്കെ വരും, കുറച്ച് സീനൊക്കെ ഉള്ളൂ. പക്ഷെ അപ്പം ഇങ്ങനെ പിന്നെ ഒരു താല്പര്യവും കൂടി എന്നുള്ളതാണ് ശരിക്കും. അങ്ങനെ സിനിമയിൽ സജീവ സാന്നിധ്യമാവാൻ മാറുക. ഇനി ഇങ്ങനെ അഭിനയിച്ച് ശീലിച്ച് പഠിച്ച് വരണം. അപ്പം ആദ്യം തന്നെ ഒരു പോലീസ് വേഷമാണ് ചെയ്തത്. അപ്പം സാധാരണ ജീവിതത്തിൽ ഒരു ബിസിനസ്മാനൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പം വൈഫായാലും മക്കളൊക്കെ ആയാലും കണ്ടിട്ടുണ്ടാവുക. ഇപ്പം ഫാമിലി എന്ത് പറഞ്ഞു? ഫാമിലി കുട്ടികളൊന്നും തിയേറ്ററിൽ പോയിട്ട് കണ്ടില്ല. മക്കളൊക്കെ ഇവിടെ ഉള്ള പെങ്ങന്മാരെ കുട്ടികൾ മോനൊക്കെ ദുബായി പോയി. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ വയനാട്ടിലാണ് താമസം. ഇവിടെ ഇവരൊന്നും പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ OTT-യിലൊക്കെ വരുമ്പോൾ ഒരു കാണും. പിന്നെ കണ്ട സുഹൃത്തുക്കളൊക്കെ വരും. ഭയങ്കരമായിട്ട് അഭിനയിക്കാനുള്ള സാധനമൊന്നുമില്ല, അതിങ്ങനെ വന്നൊരു ചെറിയൊരു സാധനമൊക്കെ. അതിനൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, നന്നായിട്ട് കാണാനൊക്കെ കൊല്ല. ചെയ്തത്
കുഴപ്പമൊന്നുമില്ല അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട്, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ടൊരു കുറച്ച് കോൺഫിഡൻസ് കൂടി. അതുണ്ട്, അത് കൂടി. നമ്മളിപ്പോൾ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു, സുഹൃത്തുക്കൾ ഫിലിം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഫാമിലി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ വയനാട്ടിലാണെന്ന് പറഞ്ഞു, അവിടെ ആരൊക്കെയാണ് ഉള്ളത്, ഒപ്പം തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് താമസമൊക്കെ ഉള്ളത്? ഫാമിലി നമ്മൾ 4 മക്കളാണ്. ഞാൻ മൂത്തത്, പിന്നെ 2 പെൺകുട്ടികൾ, ഒരു അനിയന്. എല്ലാവരും കല്യാണം കഴിച്ച, എല്ലാവർക്കും മക്കളുണ്ട്. ഞാൻ വയനാട്ടിലാണ് താമസം. അനിയനും മൂത്ത പെങ്ങളും ഫാമിലി ഇവിടെ ഉണ്ട്, ഉമ്മൻ്റെ അടുത്ത് വീട്ടിലുണ്ട്. ഞാൻ വയനാട്ടിൽ ചെറിയ പെങ്ങൾ ഹൈലൈറ്റ് മാളിൽ താമസമാണ്. അളിയന് ഇലക്ട്രിസിറ്റിയിലാണ്. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. ഭാര്യ വീട്ടിൽ തന്നെ. മൂത്തവന് 24 വയസ്സായപ്പോൾ ദുബായിൽ പോയി ഒരു ജോലി കയറാൻ പോയി. രണ്ടാമത്തവന് ഡിഗ്രി ഫസ്റ്റ് ഇയർ വയനാട്ടിൽ പഠിക്കുന്നു. മൂന്നാമത്തവന് 10ാം ക്ലാസ് പഠിക്കുന്നു. 3 ആൺകുട്ടികൾ. ഓക്കെ, എല്ലാ സിനിമകളും വിജയിക്കട്ടെ, ഒരുപാട് സിനിമകൾ ഭാവിയിൽ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നമുക്ക് കാണാൻ സാർ. താങ്ക് യു.